പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലഴ്ത്തിയ കളർകോട് വാഹനാപകടം ആരും മറക്കാനിടയില്ലല്ലോ അല്ലേ? അപ്പോൾ ആ വാഹനാപകടം നടത്തിയിട്ട് ഇതിപ്പോൾ ഒരു വർഷമാവുകയാണേ. ഭാവിയുടെ വാഗ്ദാനങ്ങളായ 6 യുവ ഡോക്ടർമാരുടെ ജീവനാണ് KSRTC ബസ് ഇടിച്ച് അവസാനിച്ചത്. 1-ാം ചരമവാർഷികത്തിൽ അവരുടെ ചിത്രങ്ങൾ മെഡിക്കൽ കോളേജ് സെൻട്രൽ ലൈബ്രറി ഹാളിൽ ഇന്ന് അനാച്ഛാദനം ചെയ്യും. ഡിസംബർ 2 രാത്രിയാണ് ആലപ്പുഴ ടൗണിലേക്ക് സിനിമ കാണാനെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥി സംഘം അപകടത്തിൽപ്പെടുന്നത്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടത്തിൽപ്പെട്ടത്. വാടകയ്ക്കെടുത്ത വാഹനം KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഒരു വശം പൂർണ്ണമായും തകർന്ന വാഹനം KSRTC ബസ്സിൽ നിന്ന് മാറ്റുമ്പോഴേക്കും 4 ജീവനുകൾ പൊലിഞ്ഞിരുന്നു. പിന്നീട് ആശുപത്രിയിൽ വെച്ച് 2 പേർ കൂടെ മരണത്തിന് കീഴടങ്ങിയതോടെ അപകടം ദുരന്തമായി മാറി. സ്വപ്നങ്ങളുമായി എത്തിയ 6 യുവ ഡോക്ടർമാരാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയത്. ശ്രീദീപ് വത്സൻ, മുഹമ്മദ് ഇബ്രാഹിം, PP മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ, ആയുഷ് ഷാജി, ദേവനന്ദൻ B, ആൽവിൻ ജോർജ് എന്നിവരാണ് നൊമ്പരമായി മാറിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ലൈബ്രറി ഹാളിൽ 6 പേരുടെയും ചിത്രങ്ങൾ ഇന്ന് അനാച്ഛാദനം ചെയ്യും. ഓർമ്മകളിലെ മറക്കാനാകാത്ത ആ പുഞ്ചിരികൾ ഇന്നു മുതൽ മെഡിക്കൽ കോളേജ് ലൈബ്രറി ഹാളിലുണ്ടാകും. അപകടത്തിന്റെ നീറുന്ന ഓർമ്മകളുമായി ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപമുണ്ട്. TD മെഡിക്കൽ കോളേജിന് ചുറ്റുമതിൽ വേണമെന്ന വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ആവശ്യവും ഇപ്പോഴും ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ന്യൂസ് മലയാളം, ആലപ്പുഴ.